പാലപ്പിള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. മേലെമണ്ണിൽ കബീറിന്റെ പാടിക്ക് സമീപം കെട്ടിയിട്ട പശുവിനെയാണ് പുലി ആക്രമിച്ചത്. തൃശൂർ പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്നും പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ തീരുമാനങ്ങളുടെ കാതൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുകയും ചെയ്യുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കരുതലും കൈത്താങ്ങും കൊടുങ്ങല്ലൂർ താലൂക്ക് തല അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പാലപ്പിള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. മേലെമണ്ണിൽ കബീറിന്റെ പാടിക്ക് സമീപം കെട്ടിയിട്ട പശുവിനെയാണ് പുലി ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. പശുക്കളുടെ ശബ്ദം കേട്ടെത്തിയപ്പോൾ പുലി പശുവിനെ ആക്രമിക്കുന്നതാണ് വീട്ടുകാർ കണ്ടത്. പശുക്കളുടെ ശബ്ദം കേട്ടെത്തിയപ്പോൾ പുലി പശുവിനെ ആക്രമിക്കുന്നതാണ് വീട്ടുകാർ കണ്ടത്. വീട്ടുകാർ ഒച്ചവെച്ചപ്പോൾ ഓടിപ്പോയ പുലി സമീപത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് പടക്കം പൊട്ടിച്ചാണ് നാട്ടുകാർ പുലിയെ ഓടിച്ചത്. പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശനിയാഴ്ച പുലർച്ചെയും ഇവിടെ പുലിയെത്തി പശുക്കുട്ടിയെ കൊന്നിരുന്നു. മുണ്ടക്കാട്ടിൽ സുലൈഖയുടെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. തുടർച്ചയായി പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതോടെ തോട്ടം തൊഴിലാളികൾ ഭീതിയിലാണ്. 2 ദിവസം മുൻപ് പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. ഇവിടെ പുലിയെ കണ്ടെത്തുന്നതിനായി വനംവകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പാലപ്പിള്ളി മേഖലയിൽ പലയിടത്തായി പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് പൂരം കലക്കൽ അന്വേഷിച്ച ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം മുൻകൂട്ടി തീരുമാനം എടുത്തിരുന്നതായും സുന്ദർ മേനോൻ, ഗിരീഷ് വിജയമേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവർ പ്രവർത്തിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ നിശ്ചയിച്ച പ്രകാരം പൂരം നിർത്തിവച്ചതായി ഇവർ പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് റിപ്പോർട്ടിലില്ല. ചില രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിനെതിരായി ഇത് ഉപയോഗിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ, RSS നേതാവ് വത്സൻ തില്ലങ്കേരി എന്നിവരുടെ പേരുകൾ മൊഴിയുടെ രൂപത്തിൽ അനുബന്ധമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചെന്നും തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തി ഉത്സവം അട്ടിമറിച്ചുവെന്നുമാണ് ADGPയുടെ റിപ്പോർട്ട്. സർക്കാർ തീരുമാനങ്ങളുടെ കാതൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുകയും ചെയ്യുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കരുതലും കൈത്താങ്ങും കൊടുങ്ങല്ലൂർ താലൂക്ക് തല അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടൽ പുറമ്പോക്കിലെ കടലിന്റെ ഉയർന്ന തിരമാലയിൽ നിന്നും 3.017 മീറ്ററിനകത്തുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ നിയമ തടസ്സമുണ്ട്. എന്നാൽ അതിനു പുറത്തുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഒരു നാട്ടിൽ വികസന പ്രവർത്തനങ്ങളുടെ രുചി മുഴുവൻ മനുഷ്യനും ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളില്ലാത്ത വിധം ലഭ്യമാക്കുക എന്ന ആശയം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനിടയിൽ പറ്റാവുന്ന സാങ്കേതിക പിഴവുകളോ വൈകിപ്പോകലുകളോ മനഃപൂർവ്വമായിട്ടുള്ള വൈകിക്കലുകളോ എല്ലാം ഒഴിവാക്കി ഏറ്റവും വേഗതയിൽ സർക്കാർ എടുക്കുന്ന നടപടികൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല നമുക്കെല്ലാവർക്കും നിർവഹിക്കാനുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ വിധത്തിൽ തടസ്സങ്ങൾ മാറ്റി അതിവേഗം ഒഴുകുന്നൊരു പുഴ പോലെ ഭരണ സംവിധാനത്തെ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫയലുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളെ തിരിച്ചറിയാനും എല്ലാ ഫയലുകളിലും ഓരോ ജീവിതമുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പോലെ കേരളത്തിലെ വിവിധ തലങ്ങളിലുള്ള അദാലത്തുകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ലക്ഷ്യം വയ്ക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നു.
കേരളത്തിൽ കഴിഞ്ഞ 30 വർഷമായി പട്ടയം കൊടുക്കാൻ പറ്റാത്ത 1902 നഗറുകളിലെ 28,000-ത്തിലധികം ആളുകളെ 2025-ൽ തന്നെ ഭൂമിയുടെ ഉടമകളാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പട്ടയ ഭേദഗതിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നേതൃത്വം നൽകുകയാണെന്നും മന്ത്രി പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭ ടൗൺ ഹാളിൽ നടത്തിയ താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ 11 റേഷൻ കാർഡുകളും 10 പട്ടയങ്ങളും മന്ത്രിമാരും MLA-മാരും ചേർന്ന് വിതരണം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, കൊടുങ്ങല്ലൂർ നഗരസഭ മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായ സീനത്ത് ബഷീർ, MS മോഹനൻ, നിഷ അജിതൻ, ഡെയ്സി, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വിവാഹ ചടങ്ങ് മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വേദിയായി മാറി. ടൗൺ ഇമാം ഹുസൈൻ ഭാഗവി കാർമ്മികനായ ചടങ്ങിൽ സാക്ഷികളായ ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടനും കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഭിലാഷ് ശാന്തിയും. ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കുന്ന ക്രിസ്തുമസിനടുത്ത ദിവസങ്ങളിൽ തന്നെ മതനേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന വിവാഹ ചടങ്ങ് പുണ്യമായി. നോർത്ത് ചാലക്കുടി മനക്കുളങ്ങര പറമ്പിൽ ഷക്കീർ അനിത ദമ്പതികളുടെ മകൾ ഷിയയുടെയും പാലക്കാട് ഭാവാനഗർ താഹിറ മുസ്തഫ മുഹമ്മദ് മുസ്തഫ ദമ്പതികളുടെ മകൻ ഷബീർ അഹമ്മദിൻ്റെയും നിക്കാഹാണ് ഞായറാഴ്ച വൈകിട്ട് നടന്നത്. അന്യമതസ്ഥർക്ക് സാധാരണ പ്രവേശനം അനുവദിക്കാത്ത ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരിൽ ഭൂരിഭാഗവും വധുവിൻ്റെ പിതാവിൻ്റെ സുഹൃത്തുക്കളായ ക്രൈസ്തവരും ഹൈന്ദവരും. മകളുടെ വിവാഹ ചടങ്ങിലേക്ക് അന്യമതസ്ഥരായ സുഹൃത്തുക്കളെ പങ്കെടുപ്പിക്കണമെന്ന ഷക്കീറിൻ്റെ ആഗ്രഹം ഇമാമും പള്ളി കമ്മിറ്റിയും 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇതോടെ ടൗൺ ജുമാ മസ്ജിദ് മതസൗഹാർദ്ദത്തിൻ്റെ വേറിട്ട വേദിയായി മാറി. പള്ളി വികാരിക്കും ക്ഷേത്രം ശാന്തിക്കും ആശംസയർപ്പിക്കാനും മസ്ജിദിൽ അവസരം ഒരുക്കിയിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. പുത്തൻപറമ്പിൽ കോട്ടപ്പുറത്തെ ജലരാജാവ് മുസ്ലിസിന്റെ ഓളപ്പരപ്പിൽ കുത്തിയെറിഞ്ഞ തുഴകളുടെയും തുഴക്കാരുടെയും കൈക്കരുത്തിൽ A ഗ്രേഡ് വിഭാഗത്തിൽ കൊച്ചി ടൗൺ TBC ക്ലബ് തുഴഞ്ഞ പുത്തൻപറമ്പിൽ VK രാജൻ മെമ്മോറിയൽ ട്രോഫിയിൽ മുത്തമിട്ടു. മുസ്ലിസ് ബോട്ട് ക്ലബ്ബ് കോട്ടപ്പുറം കായലിൽ സംഘടിപ്പിച്ച വള്ളംകളി മത്സരത്തിൽ 16 ഇരുട്ടുകുത്തി വള്ളങ്ങൾ പങ്കെടുത്തു. കോട്ടപ്പുറം കായലോരത്ത് നടന്ന മത്സരത്തിൽ ഗോതുരുത്ത് ജലകായിക സമിതിയുടെ ഗോതുരുത്ത് പുത്രൻ A ഗ്രേഡ് വിഭാഗത്തിൽ 2ാം സ്ഥാനക്കാർക്കുള്ള CK നൌഷാദ് മെമ്മോറിയൽ ട്രോഫി കരസ്ഥമാക്കി. B ഗ്രേഡ് വിഭാഗത്തിൽ വടക്കുംപുറം PBCയുടെ വടക്കുംപുറം 1ാം സമ്മാനമായ KD കുഞ്ഞപ്പൻ മെമ്മോറിയൽ ട്രോഫിയും സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ട്രോഫികൾ സമ്മാനിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. ബെന്നി ബഹനാൻ MP മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ക്ലബ് പ്രസിഡന്റ് OC ജോസഫ്, നഗരസഭാ കൗൺസിലർമാരായ T സജീവൻ, KS കൈസാബ് തുടങ്ങിയവർ സംസാരിച്ചു. SN പുരം പൊരിബസാർ കിഴക്ക് കല്ലുംപുറം പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം. കല്ലുംപുറത്തെ യുവാക്കളുടെ കൂട്ടായ്മ നടത്തിയ ശ്രമത്തിന്റെ ഫലമായാണ് വർഷങ്ങളായുള്ള കുടിവെള്ളത്തിനായി കല്ലുംപുറം നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമായത്. കുടിവെള്ളം കിട്ടുന്ന പ്രദേശത്ത് 3 കുഴൽക്കിണർ കുഴിച്ച് അവിടെ നിന്ന് പൈപ്പ് വഴി കല്ലുംപുറത്തുള്ള ജുമാ മസ്ജിദിന് മുകളിൽ നിരവധി ടാങ്കുകൾ സ്ഥാപിച്ച് മോട്ടോർ വഴി വെള്ളം എത്തിച്ച് അവിടെ നിന്ന് കല്ലുംപുറത്തെ 63 വീടുകളിലേക്ക് പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ടാണ് വെള്ളം എത്തിക്കുന്നത്. വാർഡ് മെമ്പർ PA നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. VR രാജു, ആമിന അൻവർ, ലാംസീം അഷറഫ്, നാസിർ, താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. 63 വീടുകളിൽ നിന്ന് 3000 രൂപ വീതം സ്വരൂപിച്ചും സുമനസ്സുകളുടെ നിരവധി സഹായങ്ങൾ കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. കൂട്ടായ്മയുടെ പ്രവർത്തകരായ റഹീം, സിദ്ദിഖ്, ജറാസ്, ഷമീർ, അൻവർ, റഷീദ്, നാസർ, റിയാസ്, ഫൈസൽ, റഷീദ്, സിയാർ, ജയാനന്ദൻ, സന്തോഷ് കുമാർ, മനാഫ് എന്നിവരുടെ ശ്രമഫലമായാണ് പദ്ധതിയുടെ വിജയം. മറ്റു വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി ലീഡർ K കരുണാകരന്റെ 14ാം ചരമവാർഷികം കോൺഗ്രസ് കമ്മിറ്റികൾ വിവിധ പരിപാടികളോടെ ആചരിച്ചു. മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ലീഡർ സ്ക്വയറിൽ K കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മാള മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, മുൻ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി A രാധാകൃഷ്ണൻ,
യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ MA ജോജോ, ജോഷി കാഞ്ഞുത്തറ, സോയ് കോലഞ്ചേരി, ഭാരവാഹികളായ ശോഭന ഗോകുൽനാഥ്, KR പ്രേമ, ഷെർലി ജോയ്, KJ യദുകൃഷ്ണൻ, ജോയ് ചാക്കോള, ഡെന്നി പളൻ എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കുളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ K കരുണാകരന്റെ 14ാം ചരമദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ധർമ്മജൻ വില്ലേടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് A മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു. EV സജീവ്, ചന്ദ്രൻ, സലീം അറക്കൽ, നാസർ, രാംദാസ്, നജാഹ്, ജോസഫ്, സാബു, മഹേഷ്, സനീഷ് എന്നിവർ പ്രസംഗിച്ചു. മേലൂർ പാലപ്പള്ളിയിൽ ഇറിഗേഷൻ തോടിന് സമീപം 400 ലിറ്റർ വാഷ് കണ്ടെടുത്തു. ഒളിപ്പിച്ച നിലയിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹാരിഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, KP സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ PK ആനന്ദൻ, സിവിൽ എക്സൈസ് ഓഫീസർ രാകേഷ്, ഷാൻ എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc മൈക്രോബയോളജിയിൽ നിന്ന് 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആഷിദ ആസാദിനെ MES അനുമോദിച്ചു. യോഗം സംസ്ഥാന സമിതി അംഗം സലീം അറക്കൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. നിസാർ മുറിപ്പറമ്പിൽ, ബാബു സുരാജ്, അബ്ദുൽ സലാം, CK മജീദ് ഇടപ്പള്ളി, TK അബ്ദുൾ, ആഷിദ ആസാദ് എന്നിവർ പ്രസംഗിച്ചു. BRC മാളയുടെ ആഭിമുഖ്യത്തിൽ ആളൂർ ഫാത്തിമ മാത ലോവർ പ്രൈമറി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ജോഹാൻ സഫിന്റെ ഭവനത്തിൽ ചങ്ങാതിക്കൂട്ടം സൗഹൃദ കൂട്ടായ്മയിൽ ക്രിസ്മസ് ചങ്ങാതി വിപുലമായി ആഘോഷിച്ചു. ജോഹാന്റെ വസതിയിൽ സഹപാഠികൾ ക്രിസ്മസ് ആശംസകളും സമ്മാനങ്ങളുമായി ഒത്തുചേർന്നു. സഹപാഠികൾ ക്രിസ്മസ് ഗീതങ്ങളും നൃത്തച്ചുവടുകളുമായി ജോഹാനോടൊപ്പം സന്തോഷം പങ്കുവച്ചു. വാർഡ് മെമ്പർ ദിബിൻ പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജിജി, മാള റോട്ടറി ക്ലബ് പ്രസിഡന്റ് പോൾ പാറയിൽ, ഫാത്തിമ മാത സ്കൂളിലെ പ്രധാന അധ്യാപിക ലിറ്റി, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ക്രിസ്റ്റി ജോൺസൺ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ചാലക്കുടി തിരുക്കുടുംബ ലത്തീൻ ദേവാലയത്തിൽ തിരുനാൾ 27 വെള്ളി, 28 ശനി, 29 ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 തിരുനാളിന് കൊടികയറും. ഫാദർ ജോൺസൺ റോച്ച മുഖ്യ കാർമ്മികനാവും. ശനിയാഴ്ച രാവിലെ 7:30 മുതൽ കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ് പ്രദക്ഷിണം, ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം എന്നിവ നടക്കും. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ ദിവ്യബലിയിൽ കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബെഞ്ചമിൻ ജൈജു ഇലഞ്ഞിക്കൽ, സെബാസ്റ്റ്യൻ കുറ്റിപ്പറമ്പിൽ, ജോഷി മേച്ചേരി, ജോർജ് വലിയപറമ്പിൽ, ബെന്നി ഫ്രാൻസിസ്, രാജു ചാണശ്ശേരി എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് CPI പൊയ്യ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പത്തിയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ലോക്കൽ സെക്രട്ടറി CN സുധാർജനൻ ഉദ്ഘാടനം നിർവഹിച്ചു. അരുൺ PV അധ്യക്ഷത വഹിച്ചു. AM ഹക്കീം, TK അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. AV സജീവൻ, തോമസ് മാളിയേക്കൽ, ഗിരീശൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായ 2ാം ദിവസവും പുലി ഇറങ്ങി പശുവിനെ ആക്രമിച്ചു. മേലേമണ്ണിൽ കബീറിന്റെ പാടിക്ക് സമീപം കെട്ടിയിട്ട പശുവിനെയാണ് പുലി ആക്രമിച്ചത്. തൃശൂർ പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണെന്നും പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ തീരുമാനങ്ങളുടെ കാതൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ഭരണത്തിന്റെ ഗുണഫലങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുകയും ചെയ്യുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കരുതലും കൈത്താങ്ങും കൊടുങ്ങല്ലൂർ താലൂക്ക് തല അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.